മൂന്നാറിൽ വിനോദസഞ്ചാരിക്ക് ദുരനുഭവം ഉണ്ടായ സംഭവത്തിൽ 2 പേർ പിടിയിൽ. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാളെ കൂടി പിടിയിലാക്കാൻ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വിനോദസഞ്ചാര വകുപ്പിനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ വിനോദസഞ്ചാരിയായ യുവതി എത്തിയ വാഹനം തടയുകയായിരുന്നു. സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, പറയൂ. മുംബൈ സ്വദേശിനിയായ ജാൻവിയെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ 2 പേരെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൂന്നാർ സ്വദേശികളായിട്ടുള്ള വിനായകൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ പിടികൂടുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിശദമായി ഈ പ്രതികളെ, അതായത് വിനായകനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇപ്പോൾ പിടികൂടാനുള്ളതിൽ കൂടുതൽ ആളുകൾ, ഒരാൾ ഉൾപ്പെടെ നിരവധി ആളുകളെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അത്യന്തം നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് മൂന്നാറിൽ ഈ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓൺലൈൻ ടാക്സി വിളിച്ച് മൂന്നാറിൽ എത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ജാൻവിയെ വാഹനത്തിൽ പിന്തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം തടഞ്ഞ ഡ്രൈവറെയും അതുപോലെ തന്നെ ജാൻവി ഉൾപ്പെടുന്ന യാത്രക്കാരെയും ഈ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത്. ഈ മൂന്നാർ മേഖലയിൽ ടാക്സി ഓടിക്കാൻ അനുവദിക്കില്ല, അതായത് ഓൺലൈൻ ടാക്സി ഓടിക്കാൻ അനുവദിക്കില്ല, അവരുടെ വാഹനത്തിൽ തന്നെ, മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ വാഹനത്തിൽ തന്നെ സഞ്ചരിക്കണമെന്നുള്ളൊരു നിലപാട് ഈ ടാക്സി ഡ്രൈവർമാർ, അതായത് വിനായകൻ ഉൾപ്പെടെയുള്ള ടാക്സി ഡ്രൈവർമാർ എടുക്കുകയായിരുന്നു. പിന്നീടാണ് ജാൻവി ഈ തർക്കം രൂക്ഷമായതോടെ പോലീസിന് വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തിയെങ്കിലും പോലീസും ഈ പറയുന്ന ഈ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഇവരുടെ വാഹനത്തിൽ പോകണമെന്ന് ഈ ജാൻവി ഉൾപ്പെടെയുള്ള യാത്രക്കാരെ നിർബന്ധിക്കുകയുമായിരുന്നു. ഇതിനുശേഷം മറ്റൊരു വാഹനത്തിൽ ഇവരെ അവിടെ നിന്ന് കയറ്റി വിടുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ യാത്രയിൽ മറ്റു ദുരനുഭവങ്ങൾ ഉണ്ടായതോടെ ഇവർ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നത്. അതിനുശേഷമാണ് ഇവർ ഈ ഒരു കാര്യങ്ങൾ, ഈ മൂന്നാർ മേഖലയിൽ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു നവമാധ്യമത്തിൽ ഒരു പരാതികൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇന്നലെ രാത്രി തന്നെ ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ മൂന്നാർ പോലീസ് ഇന്ന് സ്വമേധയാ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇത് പ്രകാരം 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ജോർജ് കുര്യൻ, അതുപോലെ തന്നെ ASI ആയിട്ടുള്ള സാജു പൗലോസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ യുവതിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയുമാണ്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്.